പാതിവില തട്ടിപ്പിൽ ആനന്ദകുമാറിന്റെയും കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെയും ജാമ്യാപേക്ഷ എതിർത്ത് പോലീസ്. ആനന്ദകുമാർ പ്രധാന കണ്ണിയാണെന്ന് പോലീസ് വെളിപ്പെടുത്തി. വുമൺ ഓൺ വീൽസ് എന്ന പദ്ധതിക്ക് പേരിട്ടത് ആനന്ദകുമാറാണ്. അനന്തകൃഷ്ണനുമായി ആനന്ദകുമാറിന് അവിശുദ്ധ ബന്ധമുണ്ടെന്നും പോലീസ് പറഞ്ഞു. മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, കൂടുതൽ വിശദാംശങ്ങൾ. ആനന്ദകുമാറിന്റെയും ലാലി വിൻസെന്റിന്റെയും ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടാണ് കണ്ണൂർ ടൗൺ പോലീസ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ആനന്ദകുമാർ ഈ തട്ടിപ്പിലെ പ്രധാന കണ്ണിയാണെന്നാണ് പോലീസ് പറയുന്നത്. പാതിവില സ്കൂട്ടർ പദ്ധതിക്ക് ആനന്ദകുമാറാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ പദ്ധതിക്ക് വുമൺ ഓൺ വീൽസ് എന്ന പേരിട്ടത് തന്നെ ആനന്ദകുമാറാണ്. അനന്തകൃഷ്ണനുമായി ആനന്ദകുമാറിന് അവിശുദ്ധ ബന്ധമുണ്ട്. NGO കോൺഫെഡറേഷൻ ആനന്ദകുമാർ ഭാരവാഹിയായിരിക്കെ പണപ്പിരിവ് നടന്നു. മാത്രമല്ല, രാജിവെച്ചത് കൊണ്ട് തട്ടിപ്പിൽ പങ്കില്ലെന്ന് പറയാൻ കഴിയില്ലെന്നും മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് കോടതിയിൽ പറയുകയുണ്ടായി. ഈ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളുമാണ് ഈ രണ്ട് പേരുടെയും മുൻകൂർ ജാമ്യാപേക്ഷകൾ കോടതി പരിഗണിക്കുന്നത്. ആനന്ദകുമാർ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലും ലാലി വിൻസെന്റ് ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ പോലീസ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എതിർത്തിരിക്കുന്നത്. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുകയാണ്. അതേസമയം കണ്ണൂർ ജില്ലയിൽ മാത്രം ഏതാണ്ട് 2026 പേർ ഈ പാതിവില തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. 12 കോടി രൂപയാണ് ജില്ലയിൽ നിന്ന് മാത്രം ഈ തട്ടിപ്പ് സംഘം നേടിയതെന്നും പോലീസ് പറയുന്നു. ശരി മിഥുൻ.